പോലീസ് എന്നെ അന്വേഷിച്ചായിരിക്കുമോ? കേസുണ്ടാക്കാൻ മാത്രമുള്ള അലമ്പൊന്നും ഇന്നലെ വെള്ളം അടിച്ചപ്പോ ഉണ്ടാക്കിയായിട്ട് ഓർക്കുന്നുമില്ല. പിന്നെ എന്തിനാണാവോ? അല്ലെങ്കിൽ ഇവറ്റകൾക്ക് എന്തെങ്കിലും കാര്യമാണോ വല്ലയിടത്തും വരാൻ? ഇറങ്ങി വരാൻ. എന്താ സാർ? എന്നാ എന്റെ കയ്യില് മാരകായുധമായിട്ടാണ് നിന്ന് നടപ്പ് അല്ലേ? അയ്യോ, ഇത് ഞാൻ നഖം വെട്ടാൻ എടുത്തതാ. എന്താണ് നീ ഞങ്ങളെ കണ്ടപ്പോ ഡാവിനകത്തേക്ക് വലിഞ്ഞത്? അത് പിന്നെ കാക്കി കുപ്പായം കാണുമ്പോഴുള്ള സഹജമായ ഉൾഭയം കൊണ്ടാ. എന്താ നിന്റെ പേര്? സ്റ്റീഫൻ. സ്റ്റീഫൻ തോമസ്. പേരും ഇവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. നമുക്ക് ഇവരെവിടെയെങ്കിലും കൊള്ളിക്കാം. അയ്യോ, വേറെ ആരുണ്ടാ അവിടെ? ലോനപ്പേട്ടൻ പള്ളിപ്പോയിരിക്ക. കുമ്പശാരിക്കാനായിരിക്കും. പിന്നെ ആരൊക്കെയാ? രാജു ഉണ്ട്. അല്ല, ഉണ്ടായിരുന്നു. ഇല്ല, ഉണ്ട്. ഇല്ല, പുറത്തേക്ക് പോയി. പിന്നെ അജയൻ. അജയനോ? അവനെവിടെ? അജയൻ ബാത്റൂമിൽ പോയിരിക്ക. നീ എന്താ നേരത്തെ പറയാതിരുന്നത്? അയ്യോ, അജയൻ അന്വേഷിച്ചാ വരുന്നതെന്ന് അറിയാൻ പാടില്ലായിരുന്നു. ഓഹോ, അപ്പൊ ഞങ്ങൾ ആരന്വേഷിച്ചു വരുന്നതെന്ന് നിന്നെ മുൻകൂട്ടി അറിയിക്കണം അല്ലേ? എന്താ വേണ്ട, വിളിക്കണവനെ. ലോനപ്പേട്ടനെയോ? അജയനെ വിളിക്കണം. തെണ്ടി. അജയ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. കത്തി തരുമോ? എന്താ? കത്തി തരുമോ? ഇറങ്ങി വേടാ. എടാ, ഇറങ്ങി വരാൻ. എന്റെ അജി ഒന്ന് വേഗം വന്നേ. താനാണ് അജയൻ അല്ലേ? അതെ സാർ. ഇങ്ങോട്ട് മാറി നിൽക്ക്. ജീപ്പി കാറ്. മനസ്സിലായില്ലേ സാർ? മനസ്സിലാക്കി തരാം. സ്റ്റേഷനിലേക്ക് ചെല്ലട്ടെ. അത് പിന്നെ എന്റെ പെണ്ണും കൂട്ടാ തർക്കിച്ച് സമയം കളാതെ വേഗം ജീപ്പി കയറാ. ജി, തന്റെ ശുപാർശ ഞാൻ ചോദിച്ചില്ല സർ. ജീപ്പി കാറ്. സ്റ്റീഫ, എനിക്ക് സമയമില്ല, സ്റ്റോക്ക് സപ്ലൈ ഉണ്ട്. പൊക്കോ പൊക്കോ. ജീപ്പി കാറടാ. സാർ, എന്റെ കത്തി തരുമോ? ഇയാളെ തനിക്കെന്തായാലും പ്രാന്ത്. എവിടുന്ന് വരണ്ട യോഗ പിശാചുകള്? പിന്നെ പോയിരിക്ക. ഇങ്ങോട്ട് കയറാ. എന്താ ഈ ചെക്കൻ എന്റെ സ്ഥലത്ത് കയറി? വണ്ടി വിട. പാവം അജി നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. എന്ത് ചെയ്യാ? അജയൻ അല്ലേ? അതെ. പാലമറ്റത്ത് പത്മനാഭക്കുറുപ്പിന്റെ മകൻ. ആദ്യ ഭാര്യയിലെ ഒരേ ഒരു സന്താനം. അച്ഛൻ ഈയിടെ രണ്ടാമതൊരു കല്യാണം കൂടെ കഴിച്ചു അല്ലേ? ഫൈസറിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവ് അല്ലേ? അതെ സാർ. ടേക്ക് ഹോം സാലറി 2000-ന് മേലെ, ശരിയല്ലേ? എന്താണ് ചിരിക്കുന്നത്? എന്നെ മനസ്സിലായോ? സാർ. ആരാ? സർക്കിൾ ഇൻസ്പെക്ടർ. അത് ഈ യൂണിഫോം കണ്ടാൽ ഏത് കൊശവനും മനസ്സിലാവും. എന്റെ പേരല്ലോ എനിക്ക്? കേശവള്ള. ഇടിയൻ കേശവപിള്ള. കേട്ടിട്ടുണ്ട്. ഇല്ലാതെ വരില്ല. എന്റെ മകൾ സതിയെ അറിയും അല്ലേ? അവളോട് ഇഷ്ടമാണ് അല്ലേ? അല്ല. എന്താ പറഞ്ഞേ? ഇഷ്ടമല്ലെന്നോ? അല്ലെന്ന് ചോദിച്ചാ അതെ. ഇടിയൻ കേശവപിള്ളയോട് വെറുതെ കയറി കളിക്കല്ലോ മോനെ. അജയൻ എവിടെ? എവിടെ അജയൻ? ഞാനിവിടെ ഉണ്ട്. അപ്പൊ തനിക്കിത് പറഞ്ഞൂറോ? ദിവസവും ഇയാൾ വരുന്നവരെ ഊണുമേശക്കരികെ മറ്റുള്ളവർ കാത്തിരിക്കണോ? സോറി. പോലീസുകാരുടെ മുറയിലും നിഘണ്ടുവിലും സോറി എന്നൊരു വാക്കില്ല. അത് ഓർമ്മ വെച്ചാൽ തനിക്ക് നല്ലത്. ഇന്നലെ താൻ രാത്രി എത്ര മണിക്ക് വന്നത്? ഒരു 10-10 കാണും. എന്റെ പഴയ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. പറ്റില്ല. 7 മണിക്ക് മുമ്പേ ദിവസവും വീട്ടിലെത്തിക്കൊള്ളണം. ഇവള് കാത്തിരിക്കുക.
ശനിയാഴ്ച താൻ സതിയെ സിനിമയ്ക്ക് കൊണ്ടുപോയോ? ഇല്ല. പിന്നെ നല്ല സിനിമ ഇല്ലായിരുന്നു. അതൊന്നും താൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. എല്ലാ ശനിയാഴ്ചയും താൻ സതിയെ സിനിമയ്ക്ക് കൊണ്ടുപോയിക്കൊള്ളണം. ശരി സാർ. എന്താ? കൊണ്ടുപോയിക്കോളാം. അതും ഞാൻ തന്നെ ചോദിക്കണോ? പറയൂ. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? ഒരു 4-5 മാസമായിട്ടുണ്ടാവും. തെറ്റ്. 5 മാസവും 16 ദിവസവും. ശരിയാണ് സാർ. അല്ല, വിശേഷം വല്ലതുണ്ടോ? വിശേഷം തനിക്കല്ല, ഇവൾക്ക് വിശേഷം വല്ലതും ഉണ്ടോന്ന്? ഒന്നുമില്ല സാർ. അതെന്താ? അത് ഒരു ആസൂത്രണമായിരിക്കും. വേണ്ട, റിട്ടയർ ചെയ്യാൻ എനിക്കിനി 4-5 കൊല്ലം കൂടി ഉള്ളൂ. വല്ലയിടത്തും വരട്ടി കൊച്ചുങ്ങൾക്ക് അഡ്മിഷൻ വാങ്ങണമെങ്കിൽ അതിന് മുമ്പ് വേണം. മനസ്സിലായോ? ഞാൻ ട്രൈ ചെയ്യാം സാർ. എന്താ? ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് സാർ. എന്നാ ട്രൈ. ആരാ? മനസ്സിലായില്ല. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഓ, നിങ്ങളാണല്ലേ പുതിയ റൂംമേറ്റ്? നിങ്ങളാണല്ലോ ഇവിടെ നേരത്തെ ഉള്ള റൂംമേറ്റ്. ഐ എം അജയൻ. അജി എന്ന് വിളിക്കും. ഐ എം രാജു. ഞാൻ കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് സ്ഥലത്തില്ലായിരുന്നു. ഹെഡ് ഓഫീസിൽ നിന്നും തന്തപ്പുഴയുടെ എമർജൻസി മെസ്സേജ് വന്നു. ഉടനെ ചെല്ലാൻ. അടുത്ത് വിളിച്ചിരുത്തി മൂപ്പിൽ ഒരു ഗിരിപ്രഭാഷണം. ഈ കല്യാണം എന്ന് പറയുന്നത് നടക്കേണ്ട സ്ഥലത്ത് നടക്കണം. അത് ദൈവത്തിന്റെ ഒരു നിയോഗമാണ്. നീട്ടിക്കൊണ്ടു പോകുന്നത് തെറ്റാണ്. എന്റെ ആശാനെ, ഞാൻ കരുതി എന്നെ പിടിച്ച് പെണ്ണ് കെട്ടിക്കുന്ന കാര്യമാണെന്ന്. അതല്ല, മൂപ്പിൽ സ്വന്തം കാര്യമാണ് പറഞ്ഞത്. അബൌട്ട് എ സെക്കൻഡ് മാരേജ്. അങ്ങനെ സ്വന്തം അച്ഛന്റെ വിവാഹ നിശ്ചയം ആദ്യ അവസാനക്കാരനായി നിന്ന് നടത്തിക്കൊടുത്ത ശേഷമുള്ള വരവാണ്. കല്യാണത്തിന് ഞാൻ പോവില്ല. ഒരു ടെലഗ്രാം കാച്ചും സ്വന്തം അച്ഛന്. വിഷ് എ ഹാപ്പി മാരീഡ് ലൈഫ്. സ്വന്തം മകൻ. കൺവേ മൈ റിഗാർഡ്സ്. രാജു, മോനെ ടൂത്ത് പേസ്റ്റ് ഉണ്ടാ? ഉണ്ടല്ലോ. എന്റെ ലോനപ്പേട്ടോ, രാവിലെ തന്നെ തുടങ്ങി ഓസ്. നീ നിന്റെ ജോലി നോക്ക്. പേസ്റ്റ് കടം തരാം, കുഴപ്പമില്ല. പക്ഷെ ബ്രഷും ടംഗ്ലീനറും കയറി കടം ചോദിക്കല്ലേ. ഉമിക്കരി വേണേ ഞാൻ തരാം. ഒന്ന് പോടാ അവിടുന്ന്. ഓസ് ഓസ് എന്ന് പറഞ്ഞ പിന്നെ സോപ്പുണ്ടോ? സോപ്പ് നിന്റെ ഒരു തന്നെ അവിടെ കിടന്നോ. ഞാൻ പറയും പോലെ അനുസരിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം ഇതെന്താണ് ഞാനത് കിടക്കാൻ പറഞ്ഞു. എണീക്കാൻ പറഞ്ഞു കിടക്കുക. പുറംകാലം കൊണ്ട് ഒരു അടിയൊന്ന് ചടങ്ങി പോവും. 6 മൈൽ അപ്പുറത്ത് മാറി നിന്നല്ല ആനയോട് കാര്യങ്ങൾ പറയേണ്ടത്. അല്പം കൂടി ധൈര്യം കാണിക്കേട്ടാ. എന്നും ഇങ്ങനെ ആനപ്പിട്ടോ മാറി കഴിഞ്ഞാൽ മതിയോ? എടാ ശിവ, കളിയാക്കല്ലേ. ഈ പേടി എന്ന വാക്കിന്റെ അർത്ഥം പോലും എനിക്കറിയില്ല. പിന്നെ എന്താ സൂക്ഷിച്ചാൽ നമ്മൾ സൂക്ഷിക്കണ്ടല്ലോ എന്ന് കരുതിയ. ഇന്ന് ഞാൻ ചേട്ടന്റെ പേടി മാറ്റിത്തരാം. വാ കേറാം. ശിവ, ഞാൻ പറഞ്ഞു കേൾക്ക്. സൈക്കിളിന്റെ പുറത്താണെങ്കിൽ എങ്ങനെയും കയറാം. ഇത് ആനയാ. ചിലപ്പോ ആന എന്നെ കണ്ടു പഠിച്ച ഒന്നും പേടിക്കില്ല. കേറാനാ പറഞ്ഞത്. കാല് വെച്ച് കേറാം. അങ്ങോട്ട് കേറ്. ഞാനിവിടെ ഉണ്ട്. കേറാൻ കേറിയേട്ടാ. പൊന്തുന്നു പോലെ ശിവ, ആന എന്നെ കണ്ടിട്ട് പേടിച്ച് പറക്കുന്നു. മോനെ, എന്തൊരു സുഖം മോനെ. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ 2 ദിവസം മുമ്പ് കയറിയിരിക്കായിരുന്നു അല്ലേ. അധികം തിരിക്കില്ല കേട്ടോ. മൂപ്പന്റെ മഴ പവറൊന്നും എന്റെ അടുത്ത് വേണ്ട. അതെ, പെരട്ടൊക്കെ അങ്ങോട്ട് വേണ്ട, ഇവിടെ മതി. ഓ, ഓർത്തില്ല. നമ്മൾ അടുത്ത മൂപ്പനാൻ വേണ്ടി കച്ച കെട്ടിരിക്കാണ്ടോ. ദോഷം പറയുന്നുണ്ടോ. ജോലി കൊള്ളാം. നല്ല മൂപ്പന് നല്ല മൂപ്പി. ഒരു കണക്കിന് റേഞ്ച് ഓഫീസർ പറഞ്ഞ് ശരിയാ. നമ്മൾ കുഴിയിൽ നിന്ന് ആനയെ ഇങ്ങോട്ട് കയറ്റിയിട്ട് അങ്ങോട്ട് വിട്ടിരുന്നെങ്കിൽ അത് കാട്ടാനകളുടെ കൂട്ടത്തിലേക്ക് സുചാളിയായിട്ട് അങ്ങോട്ട് പോയി. DFOയുടെ സ്വഭാവം അറിയാലോ. ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചതാ. അതുകൊണ്ടാണല്ലോ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും പ്രായിക്കരയെന്ന് അച്യുതനെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. എന്തിനാ തോമസ് സാറേ ഈ അച്യുതനും കിച്ചുതനും ഒക്കെ?
ഈ ജോലി എന്നെ ഏൽപ്പിക്ക്. സാറും കൂടെ നോക്ക്. സാറേ ഞാനേ ഇങ്ങനെ ഇരിക്കും. സാർ നോക്കണ്ട. ഇതാ എന്താ ഇത്? ആന. ആ തെറ്റുകൊമ്പിന് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് കൂട്ടിലേക്ക് ഇടും. അത് പിന്നെ ഞങ്ങൾക്കറിയില്ലേ. ആ. അവസാനം തന്നെ ആനയും കൂടെ ഞങ്ങൾ ഒരുമിച്ച് ചുമക്കേണ്ടി വരും. അല്ലേതോടാ? കേട്ടിടത്തോളം പ്രായക്കര പാപ്പാൻ ഒരു മിടുക്കന ചട്ടവും മർമ്മവും ശരിക്കും അറിയാവുന്ന ആൾ. ഇതുപോലല്ല. തൊടാ. ഓ പോടാ.